കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. നൈറ്റ് ഡ്യൂട്ടിക്കിടെ ഞാൻ ഉറങ്ങിയോ ഇല്ലയോ എന്നറിയില്ല. വീനസ് എന്നാ ഉറങ്ങിയിട്ടില്ല. ഞാൻ അത്രയ്ക്കും ഭാഗ്യം ചെയ്ത ആളാ. എന്തു പറയുന്നു രഘു? അല്ലേ? ഇത് തന്നെയല്ലേ എല്ലാ ദിവസവും രാത്രി പറയാറ്. ഒരു ഹെൽപ്പ് വേണമല്ലോ. എന്താ? ആൽത്യ വീട് വിട്ടിറങ്ങി പോന്നു. അതെന്താ? വീട്ടിൽ വഴക്കുണ്ടായി. വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട രീതിയിൽ അതെന്താ ഇത്ര പ്രശ്നം? ബിച്ചെന്ന് വിളിച്ചു. ബിച്ചെന്ന് പറഞ്ഞ പിച്ചക്കാരി എന്നാണോ? എന്താടാ? കുറച്ച് മോശമായ വാക്കാ. ഛേ സാറേ, അയാൾക്ക് ഇന്ന് രാത്രി താമസിക്കാനൊരു സ്ഥലം വേണം. ആ, വെളുപ്പിനൊരു 4 മണിയാകുമ്പോഴേക്കും അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിക്കോളും. അതുവരെ അവളെ സ്റ്റേഷനിൽ. എന്തുവാടാ ഇത്? അനാഥരായവരൊക്കെ ആദ്യം വരുമ്പോൾ ആശ്രയി സ്റ്റേഷനല്ലേ? വരാൻ പറയടാ ഇങ്ങോട്ട്. ഒരുപാട് നന്ദിയുണ്ട് സാർ. നിനക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നോ? എന്താടാ? നിങ്ങളൊക്കെ ഷുഗറിന്റെ ഗുളിക കഴിച്ചോ? പ്രഷറിന്റെ ഗുളിക കഴിച്ചോ? പുറത്ത് തണുപ്പുണ്ടോ, മഫ്ലറൊക്കെ കെട്ടിയോ എന്ന് ചോദിക്കുന്ന നല്ല തങ്കപ്പെട്ട പെൺകുട്ടിയെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വരും. ഞങ്ങള് ഇവിടെ ചെന്നൈയിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുള്ളൊരു പെണ്ണിനെ കിട്ടി ജീവിക്കണം അല്ലേ? ഒന്ന് പോ സാറേ. എടാ, പെണ്ണിന്റെ കാര്യത്തിൽ എന്താ നാടൻ പെണ്ണും പ്രായമൊക്കെ നോക്കുന്നേ? ഇവനൊക്കെ പഠിച്ച് ഇവന്റെ തലയ്ക്ക് വട്ടായെന്ന് തോന്നുന്നു. മുടിയും വളർത്തി നടക്കുക. ഞാൻ പറഞ്ഞു ഇവനൊക്കെ കേക്കുവോ? നന്ദി യേശുവേ, നന്ദി യേശുവേ, അങ്ങു ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. സോറി ആൽത്തിയ, ഞാൻ കാരണമല്ലേ എല്ലാം. അല്ല, നീ കാരണമൊന്നുമല്ല. റിയലി സോറി. ഐ മീൻ ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. എന്നാ ശരി ആൽത്തിയ, താൻ ഇവിടെ കിടന്നോ. ഞാൻ അപ്പുറത്ത് സാറിൻ്റെ അടുത്തുണ്ടാവും. പേടിച്ചു പോയോ? എന്തിന്? രാവിലെ ഞാൻ നിന്റെ കൂടെ വരുമെന്ന്. വിഷമിക്കണ്ട, 4:30 മണിക്ക് ഞാൻ പൊക്കോളാം. ഐ പ്രോമിസ്. ഇരിക്കേ. നീ ചോദിച്ചിട്ടേ ഇല്ല. എന്താ? എന്നെ കണ്ടു കഴിഞ്ഞ അടുത്ത നിമിഷത്തിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഭർത്താവ് വന്നില്ലേ? നീ പറഞ്ഞതുമില്ല, ഞാൻ ചോദിച്ചതുമില്ല. ഓരോരുത്തരുടെ അടുത്ത് ഓരോ കഥ പറയും. ദുബായിക്ക് പോയിരിക്കുകയാണ്, ഓസ്ട്രേലിയക്ക് പോയിരിക്കുകയാണ്, ചന്ദ്രനിൽ പോയി, മരിച്ചു പോയി, ഡോൾഫിൻ്റെ ഒപ്പം നീന്താൻ പോയി. ഇവൻ വിചാരിച്ചു ഡോൾഫിൻ കഥ സത്യമാണെന്ന്. ഇത് കേൾക്കണവര് കേട്ട് വിശ്വസിച്ച പോലെ അങ്ങ് പോവും. എനിക്ക് ആരോടെങ്കിലും സത്യം പറയണമല്ലോ. കല്യാണം കഴിഞ്ഞ് 3 മാസം ആയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. Oh shit. Why didn't you tell me? കുഞ്ഞുനാൾ മുതൽ നിനക്കെന്നെ അറിയാവുന്നല്ലേ. We were good friends. ഞാനതെങ്ങനെ നിന്നോട് പറയാ ആൽത്തിയ? എങ്ങനെ പറയുമെന്ന് വെച്ചാ? നിന്നോട് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അവരാത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചു. ആദ്യമായിട്ട് ഞാനങ്ങനെ ഗയാണെന്ന് അറിഞ്ഞപ്പോൾ മരിക്കണമെന്ന് വിചാരിച്ചതാ. ഇൻഫാക്റ്റ് ഐ ട്രൈസ്.
നിനക്കെന്നെ ഇഷ്ടമാണോ? ഒരുപാട്. ഇല്ല. ഭാര്യയായിട്ട് നിനക്കെന്നെ ഇഷ്ടമാണോ? Tell me the truth, Jacob, please. അപ്പോ ഇത്രയും നാൾ നീ എൻ്റെ ഒപ്പം എങ്ങനെയാ കിടന്നത്? ഇറ്റ്സ് മോർ ലൈക്ക് ആൻ മാസ്റ്റർബേഷൻ. എന്താ പറഞ്ഞത്? വേറെ ആരെയോ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് പിരിയാൻ, ജേക്കബ്. ശരിയാ പറഞ്ഞത്. പക്ഷെ മറ്റുള്ളവരോട് എന്തു പറയും? അതും ഞാൻ ഇങ്ങനെ ഒരാളാണെന്ന് വെളിയിലറിഞ്ഞാൽ? എന്തു വേണോ പറഞ്ഞോ. എന്നെ കുറ്റം പറഞ്ഞോ. എൻ്റെ ക്യാരക്ടർ ശരിയല്ലെന്ന് പറഞ്ഞോ. എനിക്കെൻ്റെ ബോസിനോട് അഫെയർ ഉണ്ടെന്ന് പറഞ്ഞോ. നിനക്ക് തോന്നുന്ന പോലെ പറഞ്ഞോ. കഴിയില്ല ആൽത്തിയ. അത് നിന്നെക്കുറിച്ച്. സാരമില്ല ജേക്കബ്, എനിക്ക് മനസ്സിലാകും. ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യു ആർ എ ഗുഡ് മാൻ. ഇതിലൊരു തെറ്റുമില്ല ജേക്കബ്. യു ആർ ഗുഡ്. സോ അതൊക്കെ ശരി. എല്ലാവരോടും സത്യം പറയാറുന്നില്ലേ? താനെന്തിനാ വെറുതെ തന്നെ? അത് സാരമില്ല. സ്ട്രെയിറ്റ് വുമൺ ജീവിച്ചു പോവും. പക്ഷെ അവനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. നിനക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അതാ. കുട്ടികളുടെ കാര്യം അറിയോ അവന്? അറിയില്ല. അവൻ പോയതിന് ശേഷമാണ് എനിക്ക് തന്നെ ഇവനുണ്ടെന്ന് തോന്നി തുടങ്ങിയത്. ഈ കുഞ്ഞു രാജ്. അയാളിപ്പോൾ എവിടെയാ ഉള്ളതെന്നറിയോ? അറിയാം. ഇതേ ഭൂമിയില്, സെയിം പ്ലാനറ്റ്, ഡോൾഫിനുകളുടെ കൂടെ നീന്തിക്കൊണ്ടിരിക്കുക. ചന്ദ്രനിലേക്ക് പോയിരിക്കുക. ഓസ്ട്രേലിയയിലേക്ക് പോയിരിക്കുക. He must be somewhere around. സോറി ആൽത്തിയ. നീ എന്തിനാ വിഷമിക്കണേ? എനിക്കേ വിഷമമില്ല. ശരി, എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങിക്കോട്ടെ. 4 മണിക്ക് വിളിക്കണേ പ്ലീസ്. ഞാൻ വിളിച്ചാലും ഇല്ലെങ്കിലും രാവിലെ വരുന്ന ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ താൻ എന്തായാലും എഴുന്നേക്കും. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഞാൻ അവിടെ കാണും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹായ്, മോർണിംഗ്. I'm so sorry for late. അത് സാറില്ല. ഈ കീ എൻ്റെ അടുത്ത് തന്നിട്ടാ പോയത്. ഓക്കെ, എല്ലാ കീയും ഉണ്ട്. Thank you. ഓക്കെ, പിന്നീട് കാണാം. ബൈ.